ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരെയും NIOSൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് NIOS +2 ബിസിനസ്സിൻ്റെ 2024 ഏപ്രിൽ മാസത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കി വരുന്നത്. ഇതിന് മുമ്പുള്ള ഭാഗങ്ങൾ ക്ലാസ്സുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അവ കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചാനൽ ക്ലാസ്സുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സാറിനൊന്ന് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഏത് ക്ലാസ്സുകൾ, ഇനി എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരണം, ഇനി ഏത് ക്ലാസ്സുകളാണ് എടുക്കേണ്ടത്, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വേറെ ഏതെല്ലാം പ്രിപ്പയർ ചെയ്ത് ക്ലാസ് തരണം, അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയണം. പിന്നെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി നെക്സ്റ്റ് പറയുന്നത് 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു തരുന്നത് 2 മാർക്കിന് ചോദിച്ചതായിരുന്നു. ഇനി 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനുകളാണ് ഈ ഒരു ക്ലാസ്സുകളിലൂടെ നമ്മൾ പറയുന്നത്. അതിൽ 42ാമത്തെ ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒരു സ്ഥാപനത്തിൻ്റെ, അതിൻ്റെ ആൻസറിലേക്ക് നോക്കാം. ഒരു സ്ഥാപനത്തിൻ്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് പ്ലാനിങ്ങും അതുപോലെ കൺട്രോളിങ്ങും. പരസ്പരം ബന്ധിതവും ആശ്രയിക്കുന്നതുമായ 2 മാനേജ്മെൻറ്റ് ധർമ്മങ്ങളാണ് ആസൂത്രണവും നിയന്ത്രണവും, പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. ഇവയെ മാനേജ്മെൻറ്റിൻ്റെ വേർപ്പെടുത്താൻ പറ്റാത്ത ഇരട്ടകൾ എന്നുള്ള ഒരു വിശേഷിപ്പുണ്ട്. അതായത് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 2 ഇരട്ടകളാണ് പ്ലാനിങ്, കൺട്രോളിങ് എന്ന് പറയുന്നുണ്ട്. ആദ്യം എന്താണ് പ്ലാനിങ്, എന്താണ് കൺട്രോളിങ് എന്ന് നോക്കാം. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ആസൂത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആര് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന പ്രക്രിയക്കാണ് പ്ലാനിങ്, അല്ലെങ്കിൽ മുൻകൂട്ടി തീരുമാനിക്കുന്ന പ്രക്രിയക്കാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ നെക്സ്റ്റ് നിയന്ത്രണം. കൺട്രോളിങ് എന്നാൽ എന്താണ്? നിയന്ത്രണം എന്നാൽ എന്ത്? നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്ന പ്രക്രിയക്കാണ് കൺട്രോളിങ്, നിയന്ത്രണം എന്ന് പറയുന്നത്. ആസൂത്രണവും നിയന്ത്രണവും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ബന്ധങ്ങളുണ്ട്. വളരെ അടുത്ത പരസ്പരാശ്രിതമായിട്ടുള്ള ബന്ധങ്ങളാണ്. ഇതിന് ഒന്നില്ലാതെ മറ്റൊരെണ്ണം പൂർത്തിയാവുകയില്ല എന്നാണ് പറയുന്നത്. അതിലേക്ക് പോകാം. ആദ്യം ഒന്നാമത്തെ കാര്യം പറയുന്നത് ആസൂത്രണം നിയന്ത്രണത്തിന് അടിസ്ഥാനമൊരുക്കുന്നു. ആസൂത്രണം നിയന്ത്രണത്തിന് അടിസ്ഥാനമൊരുക്കുന്നു. അതെങ്ങനെയാണ്? നിയന്ത്രണ പ്രക്രിയക്ക് ആവശ്യമായ മാനദണ്ഡങ്ങൾ, അതായത് സ്റ്റാൻഡേർഡ്സ് നിശ്ചയിക്കുന്നത് ആസൂത്രണത്തിലൂടെയാണ്. എന്താണ് അളക്കേണ്ടത്, എങ്ങനെയാണ് പ്രകടനം വിലയിരുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആസൂത്രണം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ. ഒരു കമ്പനി ഒരു മാസത്തിൽ 1000 യൂണിറ്റ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇത് പ്ലാനിങ് ആണ്. ഒരു കമ്പനി ഒരു മാസത്തിൽ 1000 യൂണിറ്റ് ഉൽപ്പന്നം നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് ലക്ഷ്യം. ആ ലക്ഷ്യമാണ് പ്ലാനിങ്, ആസൂത്രണം. ഇനി നമ്മൾ 1000 യൂണിറ്റ് എന്ന് പറഞ്ഞല്ലേ, ആ യൂണിറ്റ് എന്ന ലക്ഷ്യമാണ് നിയന്ത്രണത്തിലുള്ള മാനദണ്ഡമാക്കി കണക്കാക്കുന്നത്. ഈ മാനദണ്ഡം ഇല്ലെങ്കിൽ നിയന്ത്രിക്കുവാൻ ഒന്നും ഉണ്ടാവുകയില്ല. അപ്പം ഇനി ഈ മാസാവസാനം നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൺട്രോൾ ചെയ്യേണ്ടത് ഏതിലേക്കാണ്? ആ 1000 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതിലേക്കാണ് പോകുന്നത്. അതാണ് സ്റ്റാൻഡേർഡ് മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന കാര്യം, രണ്ടാമത്തെ കാര്യം നോക്കൂ. രണ്ടാമത്തത് നിയന്ത്രണം ആസൂത്രണത്തിൻ്റെ ഫലപ്രാപ്തി ഉറപ്പാക്കുന്നു. നിയന്ത്രണം ആസൂത്രണത്തിൻ്റെ ഫലപ്രാപ്തി ഉറപ്പാക്കുന്നു. അതെങ്ങനെയാണ്? ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ശരിയായ ദിശയിൽ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നിയന്ത്രണമാണ്.
അല്ലേ? നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലാൻ ചെയ്തതോടുകൂടി എല്ലാം അവസാനിക്കുമോ? ഇല്ല. അതിനെ ലക്ഷ്യത്തിലേക്ക് എത്തണം. ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള കൺട്രോളിങ് ഉണ്ടായിരിക്കണം. മാത്രമല്ല ആസൂത്രണം വഴി തയ്യാറാക്കിയ പദ്ധതികൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? അല്ലെങ്കിൽ അവ ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നിയന്ത്രണത്തിലൂടെയാണ് മനസ്സിലാകുവാൻ സാധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചു പോകുമ്പോഴാണ് പ്ലാനിങ് അനുസരിച്ച് എല്ലാം ചെയ്തു തീർക്കുവാൻ സാധിക്കുമോ എന്ന് മനസ്സിലാകുക. ഇനി സാധിക്കില്ല എങ്കിൽ പ്ലാനിങ്ങിൽ എന്ത് ചെയ്യാം? ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുത്തുവാനും സാധിക്കുന്നതാണ്. ഇനി നിയന്ത്രണമില്ലാത്ത ആസൂത്രണം അർത്ഥശൂന്യമാണ്. കാരണം പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സംവിധാനമില്ലെങ്കിൽ ആസൂത്രണം വെറും കടലാസിൽ ഒതുങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ ആസൂത്രണം അതിന് നിയന്ത്രണം വേണം. നിയന്ത്രണം ഇല്ലാത്ത ആസൂത്രണം വളരെ അർത്ഥശൂന്യമാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ അന്തർലീനമായിട്ടുള്ള ബന്ധം അതെങ്ങനെയാണ്? ആസൂത്രണം എന്നത് മുന്നോട്ട് നോക്കുന്ന ഒരു പ്രക്രിയയാണ്, അല്ലേ? ഭാവിയിലുള്ള കാര്യമാണ് ആസൂത്രണം വരുന്നത്. കാരണം അത് ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കുന്നു. എന്നാൽ നിയന്ത്രണം എന്നുള്ളത് പിന്നോട്ട് നോക്കുന്ന ഒരു പ്രക്രിയയാണ്. കാരണം അത് കഴിഞ്ഞ പ്രകടനങ്ങളെ വിലയിരുത്തുന്നു. അപ്പം ഇങ്ങനെ പരസ്പര ബന്ധിതമായിട്ട് ആസൂത്രണം മുന്നോട്ടാണ്, നിയന്ത്രണം പിന്നോട്ടാണ്. എന്നാൽ നിയന്ത്രണം പൂർണ്ണമായും പിന്നോട്ട് നോക്കുന്ന ഒരു പ്രക്രിയയല്ല. കണ്ടെത്തിയ വ്യതിയാനങ്ങളെ അടിസ്ഥാനമാക്കി ഭാവിയിലെ ആസൂത്രണങ്ങൾ മെച്ചപ്പെടുത്തുവാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിയന്ത്രണം ആസൂത്രണത്തെ പരിപോഷിപ്പിക്കുന്നു. ആസൂത്രണം ഇല്ലാതെ നിയന്ത്രണം അന്ധമാണ്. അതായത് നിയന്ത്രണം ഇല്ലാത്ത ആസൂത്രണം അർത്ഥശൂന്യമാണ് എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ പരസ്പര ബന്ധിതം എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ആസൂത്രണം ഇല്ലാത്ത നിയന്ത്രണം അന്ധമാണ്, നിയന്ത്രണം ഇല്ലാത്ത ആസൂത്രണം അർത്ഥശൂന്യവുമാണ്. അതുകൊണ്ട് തന്നെ ആസൂത്രണവും പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇവ രണ്ടിനും ഒരു ചാക്രിക സ്വഭാവം ഉണ്ട്. സൈക്ലിക്കൽ നേച്ചർ, ചാക്രിക സ്വഭാവം. അതെങ്ങനെ വരുന്നത്? ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കുന്നു, അതിനെ നിയന്ത്രിക്കുന്നു, നിയന്ത്രണത്തിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ഉപയോഗിച്ച് അടുത്ത ആസൂത്രണം മെച്ചപ്പെടുത്തുന്നു. ഇങ്ങനെ ഈ രണ്ട് പ്രക്രിയകളും ഒരു ചക്രം പോലെ നിരന്തരമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പ്ലാനിങ് നടപ്പിലാക്കി, നിയന്ത്രണത്തിലൂടെ നടപ്പിലാക്കി എന്തെങ്കിലും നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തിരുത്തി വീണ്ടും പ്ലാൻ ചെയ്ത് പഴയ പോലെ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ പ്രവർത്തനം നിരന്തരം നടക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഒരു സ്ഥാപനത്തിന് ലക്ഷ്യങ്ങളിൽ എത്താൻ ആസൂത്രണം ദിശാബോധം നൽകുന്നു. ആ ദിശാബോധത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നിയന്ത്രണം ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഒരു സ്ഥാപനത്തിന് കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനും ലക്ഷ്യങ്ങൾ നേടുവാനും കഴിയുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളാണ് ആസൂത്രണവും പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് 43ാമത്തെ ക്വസ്റ്റ്യനാണ്. 43ാമത്തെ ക്വസ്റ്റ്യനിൽ 3 സബ് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്, ABC എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം ഇത് ഫസ്റ്റ് ചോദിക്കുന്നത് വിച്ച് പ്രൊമോഷൻ മിക്സ് ഈസ് ബീങ് റെഫേർഡ് ടു ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് ഏതാണ് പ്രൊമോഷൻ മിക്സ് എന്ന് മനസ്സിലാക്കുക. അതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു വിശദീകരണം കൂടെ പറയുന്നുണ്ട്. 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഓരോന്നിനും ഓരോ മാർക്ക് വീതമായിരിക്കും. ഇതിൽ ആദ്യത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇറ്റ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ ആൻ ഐഡൻറ്റിഫൈ സ്പോൺസർ. ഒരു തിരിച്ചറിഞ്ഞ സ്പോൺസറിലൂടെയുള്ള പണം നൽകിയുള്ള വ്യക്തിഗതമല്ലാത്ത ആശയവിനിമയ രൂപമാണ് ഇത്. പണം നൽകിയുള്ള ആശയവിനിമയമാണ്, അതുപോലെ തന്നെ വ്യക്തിഗതമല്ലാത്ത നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. ഇതേതായിരിക്കും? ഇതിൻ്റെ ആൻസർ ഏതാണ്? ഇത് പരസ്യം നൽകലാണ്, അഡ്വർടൈസിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അഡ്വർടൈസിങ് നോൺ പേഴ്സണൽ ആണ്, മാത്രമല്ല ഭീമമായ പണവും ആവശ്യമായി വരും. പരസ്യങ്ങൾ സാധാരണയായി ഒരു കമ്പനിയോ ബ്രാൻഡോ പണം മുടക്കി പത്രം, TV, റേഡിയോ, ഇൻ്റർനെറ്റ് തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ വലിയൊരു
ജനസമൂഹത്തിലേക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചോ സേവനങ്ങളെക്കുറിച്ചോ സന്ദേശം എത്തിക്കുന്നു. ഇത് വ്യക്തിഗതമായിട്ടുള്ള ഇടപെടൽ ഇതിൽ ഉണ്ടാവുകയില്ല. ആവശ്യക്കാരും അല്ലാത്തവരുമായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള കാര്യമായിട്ടാണ് പരസ്യം ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ബി. ബി നോക്കൂ. ബി വരുന്നത് ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം ആൻഡ് ടെമ്പററി ഇൻസെൻറ്റീവ് ടു പർച്ചേസ് ഓർ ഇൻഡ്യൂസ് ട്രയൽ ഓഫ് ന്യൂ ഗുഡ്സ്. പുതിയ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനോ പരീക്ഷിക്കുവാനോ പ്രേരിപ്പിക്കുന്നതിനുള്ള ഒരു ഹ്രസ്വകാലവും താൽക്കാലികവുമായ പ്രോത്സാഹനമാണ് ഇത്. ഇത് ഏതാണെന്ന് തിരിച്ചറിയുക. ഹ്രസ്വകാലമാണ്, അതുപോലെ തന്നെ പുതിയ ഉൽപ്പന്നം പരീക്ഷിക്കുവാനൊക്കെയുള്ള ഒരു നടപടിയാണ്. ഇതേതാ വരുന്നത്? ഇതിനെന്ത് പറയും? സെയിൽസ് പ്രൊമോഷൻ, വിൽപ്പന പ്രോത്സാഹനം എന്നാണ് പറയുക. വിൽപ്പന പ്രോത്സാഹനത്തിൻ്റെ അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ്റെ കാര്യങ്ങൾ ഉടനടി വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനോ പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനോ വേണ്ടി നൽകുന്ന ഡിസ്കൗണ്ടുകൾ, കൂപ്പണുകൾ നൽകുന്ന ഡിസ്കൗണ്ടുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കൂപ്പണുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഒന്ന് വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. അതുപോലെ നമ്മൾ മൊബൈലിനോട് കൂടെ ഹെഡ്സെറ്റുകൾ, അതുപോലെ ചാർജർ, പിന്നെ സ്മാർട്ട് വാച്ചുകളെ കൊടുക്കുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ നൽകി ഹ്രസ്വകാല ഓഫറുകളിലൂടെ നൽകുന്ന വിൽപ്പനയാണ് സെയിൽസ് പ്രൊമോഷൻ, വിൽപ്പന പ്രോത്സാഹനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് സി. സി എന്താ വരുന്നത്? സി വരുന്നത് ഇറ്റ് ഈസ് എ ഡയറക്റ്റ് പ്രസൻറ്റേഷൻ ഓഫ് ദ പ്രോഡക്ട്സ് ടു കൺസ്യൂമേഴ്സ് ഓർ പ്രോസ്പെക്റ്റീവ് ബയ്യേഴ്സ്. ഇത് ഉപഭോക്താക്കൾക്കോ അല്ലെങ്കിൽ ഈ ഉൽപ്പന്നം വാങ്ങുവാൻ സാധ്യതയുള്ള ആളുകളിലോ നേരിട്ടുള്ള അവതരണമാണ് വരുന്നത്. അതേതാണ്? പേഴ്സണൽ സെല്ലിംഗ് ആണ്. പേഴ്സണൽ സെല്ലിംഗ് അതായത് വ്യക്തിഗത വിൽപ്പനയാണ്. ഇവിടെ ഒരു വിൽപ്പനക്കാരൻ നേരിട്ട് ഉപഭോക്താവിനെ സമീപിക്കുകയും ഉൽപ്പന്നത്തെക്കുറിച്ച് വിശദീകരിക്കുകയും അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി ഉൽപ്പന്നം വാങ്ങുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയക്കാണ് പേഴ്സണൽ സെല്ലിംഗ്, വ്യക്തിഗത വിൽപ്പന എന്ന് പറയുന്നത്. മുഖാമുഖമുള്ള ആശയവിനിമയം ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അപ്പോൾ ഇത് ഓരോ വ്യക്തികളെ പോയിട്ടാണ് കണ്ട് വിൽപ്പന നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്ന് അതിൻ്റെ ആൻസർ കണ്ടെത്തുവാനുള്ള ഒരു ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ 44ാമത്തെ ക്വസ്റ്റ്യൻ നല്ല വലുതാണെങ്കിലും ആൻസർ നമ്മൾ അതിൻ്റെ ആ ഒരു കണ്ടന്റ് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ അമിത് ഈസ് വർക്കിംഗ് ഇൻ എ പ്ലാസ്റ്റിക് ഫാബ്രിക്കേഷൻ ഇൻഡസ്ട്രി. ഹി ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. has to recruit 15 salesmen for the company. After determining the qualification and experience required for various job involved, he is in search for suitable candidates for this purpose. He may use various sources from outside organization. Explain any 3 such sources. ഇവിടെ 3 കാര്യങ്ങൾ നമ്മൾ നോക്കി വെച്ചാൽ മതി. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് നേരത്തെ ക്വസ്റ്റ്യനിലൂടെ പറഞ്ഞത് അമിത് എന്താണ്? അവൻ ഒരു ഫാബ്രിക്കേഷൻ കമ്പനിയിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ്, HR-ആണ്. അദ്ദേഹം കമ്പനിയിലേക്ക് 15 സെയിൽസ്മാൻമാരെ നിയമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിവിധ ജോലികളിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസുമുള്ള ആളുകളെ ഉദ്യോഗാർത്ഥികളായിട്ടാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഇദ്ദേഹം സ്ഥാപനത്തിന് പുറത്ത് നിന്നാണ് സ്രോതസ്സുകൾ കണ്ടെത്തുന്നത്. അതായത് തൊഴിലാളികളെ സ്ഥാപനത്തിന് പുറമേ നിന്നാണ് ശേഖരിക്കുന്നത്, കണ്ടെത്തുന്നത്. അപ്പം ഇത്തരം ബാഹ്യ സ്രോതസ്സുകൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, വളരെ ഈ കണ്ടന്റ് മാത്രം നോക്കി പിടിച്ചാൽ മതി. എക്സ്റ്റേണൽ സോഴ്സസ്, പുറമേ നിന്ന് തൊഴിലാളികളെ കണ്ടെത്തുവാനുള്ള സോഴ്സിൽ നിന്ന് ഒരു 3 എണ്ണം എഴുതി കൊടുക്കുക. 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ നമ്മൾ ആൻസർ എഴുതേണ്ടത് എക്സ്റ്റേണൽ സോഴ്സാണ്. എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ബാഹ്യ റിക്രൂട്ട്മെൻറ്റിനുള്ള സ്രോതസ്സുകളാണ്. ബാഹ്യ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു നിന്ന് ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നതിനുള്ള വഴിയാണ് ബാഹ്യ സ്രോതസ്സുകൾ. ഇതിന് നിരവധി ഗുണങ്ങളുണ്ട്.
കാരണം ഇത് പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളും സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുന്നു. അതായത് കമ്പനി നിലവിലുള്ള തൊഴിലാളികളല്ല, പുറമേ നിന്ന് പുതിയ ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യത്യസ്ത ഐഡിയകളും മറ്റ് പുരോഗമനമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇനി അതെല്ലാം രീതിയിലാണ് ബാഹ്യ സ്രോതസ്സുകൾ വരുന്നത്, എക്സ്റ്റേണൽ സോഴ്സസ്. അതിൽ ഒന്നാമത്തത് അഡ്വർടൈസ്മെന്റ്, തൊഴിൽ പരസ്യങ്ങൾ നൽകുക. ഇവിടെ പത്രങ്ങൾ, തൊഴിൽ മാഗസിനുകൾ, ടെലിവിഷൻ, റേഡിയോ, ഇന്റർനെറ്റ് തുടങ്ങിയ വിവിധ മാധ്യമങ്ങളിൽ സ്ഥാപനത്തിലെ ഒഴിവുകളെക്കുറിച്ച് പരസ്യം നൽകുന്ന രീതിയാണ്. ഒഴിവുള്ള തസ്തികകളിലേക്ക് ആ തസ്തികയുടെ വേക്കൻസിയുടെ സ്വഭാവം, അതിനാവശ്യമായിട്ടുള്ള യോഗ്യതകൾ, പിന്നെ ശമ്പളം, അപേക്ഷിക്കേണ്ട രീതി തുടങ്ങിയ വിവരങ്ങൾ പരസ്യത്തിൽ വ്യക്തമായി നൽകിയിരിക്കും. ഇങ്ങനെ ആളുകൾ പരസ്യത്തിലൂടെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതാണ്. റിക്രൂട്ട്മെന്റ്. രണ്ടാമത്തത് എക്സ്ചേഞ്ചുകളാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ, തൊഴിൽ എക്സ്ചേഞ്ചുകൾ. സർക്കാർ നടത്തുന്ന തൊഴിൽ എക്സ്ചേഞ്ചുകളും ചില സ്വകാര്യ ഏജൻസികൾ നടത്തുന്ന തൊഴിൽ ദാതാക്കൾക്കും തൊഴിൽ അന്വേഷകർക്കും ഒരേപോലെ സഹായകരമാണ്. തൊഴിൽ അന്വേഷകരുടെ വിവരങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കും. അപ്പോൾ തൊഴിൽ ആവശ്യമുള്ള ആളുകൾ അവിടെ ഏജൻസിയിൽ പോയി രജിസ്റ്റർ ചെയ്യും. തൊഴിലാളികളെ ആവശ്യമുള്ളവർ അവിടെ പോയി അവരുടെ ബയോഡേറ്റ എടുക്കുകയും ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ കാര്യം തൊഴിൽ എക്സ്ചേഞ്ചുകൾ. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. മൂന്നാമത്തതാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. മാനേജ്മെന്റ്, ടെക്നിക്കൽ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ നടത്തുന്ന കോളേജുകളിലേക്കും സർവകലാശാലകളിലും പോയി അവിടുത്തെ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ആയിട്ട് വരുന്നത്. നാലാമത്തത് വെബ് പബ്ലിഷിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ റിക്രൂട്ട്മെന്റ്. ഓൺലൈൻ തൊഴിൽ പോർട്ടലുകളിലും കമ്പനിയുടെ സ്വന്തം വെബ്സൈറ്റിലും ഒഴിവുകൾ പ്രസിദ്ധീകരിക്കുന്ന രീതിയാണ് ഇത്. ഇപ്പോൾ ഓൺലൈനായിട്ട് പ്രവർത്തിക്കുന്ന ധാരാളം പോർട്ടലുകളുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവുകൾ മനസ്സിലാക്കുവാനും അപ്ലൈ ചെയ്യുവാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തത് വരുന്നത് മാനേജ്മെന്റ് കൺസൾട്ടന്റുമാർ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഏജൻസികൾ. ഇവിടെ തൊഴിൽദാതാക്കൾ, തൊഴിലാവശ്യമുള്ള ആളുകൾ തൊഴിലന്വേഷകർക്കിടയിൽ ഒരു ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളാണ് ഇവ. മാനേജ്മെന്റ് കൺസൾട്ടന്റുമാർ തൊഴിലാളികളും അതുപോലെ തൊഴിൽ ഉടമകളും തൊഴിൽ നൽകുവാൻ കഴിയുന്ന ആളുകളെയും തമ്മിൽ ഇടവർത്തിയായിട്ട് അവരെ ബന്ധിപ്പിക്കുന്ന ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവരാണ് മാനേജ്മെന്റ് കൺസൾട്ടന്റുമാർ. അവർക്ക് വിവിധ വ്യവസായങ്ങളിലെ ഉദ്യോഗാർത്ഥികളുടെ വലിയ ഡാറ്റാബേസ് തന്നെ ഉണ്ടായിരിക്കും. അതായത് ധാരാളം ആളുകളുടെ ബയോഡേറ്റകളും റെസ്യൂമുകളൊക്കെ ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ടായിരിക്കും. ആവശ്യക്കാർക്ക് അവിടെ പോയി ബയോഡേറ്റ പരിശോധിച്ച് ഇന്റർവ്യൂവിന് ക്ഷണിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ആറാമത്തതാണ് ലേബർ കോൺട്രാക്ടർമാർ. ഇവർക്ക് തൊഴിലാളികളുടെ ഒരു വലിയ കൂട്ടത്തെക്കുറിച്ച് വിവരങ്ങൾ ഉണ്ടായിരിക്കും. ആവശ്യമുള്ളപ്പോൾ തൊഴിലാളികളെ നൽകുവാൻ ഇവർക്ക് കഴിയും. സാധാരണയായി താഴ്ന്ന തസ്തികകളിലെ ജീവനക്കാരെ നിയമിക്കുവാനാണ് ഇവർ ലേബർ കോൺട്രാക്ടർമാർ ഉപയോഗിക്കുന്നത്, അവരുടെ ഭാഗത്തുള്ള തൊഴിലാളികളെ ഉപയോഗിക്കാറ്. ഇനി നെക്സ്റ്റ് വരുന്നത് റെക്കമെൻഡേഷൻ ശുപാർശകൾ. ഇവിടെ നിലവിലുള്ള ജീവനക്കാർ, ഉപഭോക്താക്കൾ, വിതരണക്കാർ അല്ലെങ്കിൽ മറ്റ് ബിസിനസ് ബന്ധങ്ങൾ എന്നിവർ ഉദ്യോഗാർത്ഥികളെ ശുപാർശ ചെയ്യുന്നു. അപ്പോൾ അവർ പറയുന്ന ആളുകളെ കമ്പനിയിലേക്ക് എടുക്കുന്ന രീതിയാണ് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ശുപാർശകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ രീതികളിലൂടെയെല്ലാം കമ്പനിയുടെ പുറമേ നിന്ന് എക്സ്റ്റേണൽ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മേഖലകളാണ് ഈ 7 മേഖലകൾ. ഇനി നെക്സ്റ്റ് വരുന്നത് 44ാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്. സുമിത്, ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഓഫ് ST ലിമിറ്റഡ്, an electronic company, has received a number of applicants for the post of production manager. From among the various applications, he has to choose only one. Name the process which Sumit would use to choose the most suitable candidate and explain the first 2 steps in process. ഇവിടെ ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണെങ്കിലും അതിൻ്റെ കണ്ടന്റ് മാത്രം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഒരു സ്ഥാപനത്തിൽ
ഒഴിവുള്ള തസ്തികയിലേക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതേതാണ്? സെലക്ഷൻ പ്രോസസ്സാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുമിത്ത് സെലക്ഷൻ പ്രോസസ്സാണ് എടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ സെലക്ഷൻ പ്രോസസ്സിന് മുമ്പായിട്ട് ആദ്യം നടക്കുന്നത് ഏതായിരിക്കും? റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റിലൂടെ ധാരാളം അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് ഒരാളെ കണ്ടെത്തണം. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് ഈ ഒരു സെലക്ഷൻ എന്നുള്ളത് ഫണൽ പോലെ പ്രവർത്തിക്കുന്നു. ഫണലിൻ്റെ പ്രത്യേകത എന്താണ്? ഓരോ ഘട്ടത്തിലൂടെയും അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പോവുക. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഈ സെലക്ഷൻ പ്രോസസ്സിൻ്റെ ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ എഴുതാനാണ് പറയുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെ മുഴുവൻ സ്റ്റെപ്പുകളും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് പോകാം. നോക്കൂ, അതിൻ്റെ ആൻസർ നോക്കൂ. തിരഞ്ഞെടുക്കൽ പ്രക്രിയയുടെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ. ഒരു സാധാരണ തിരഞ്ഞെടുക്കൽ പ്രക്രിയയിൽ താഴെ പറയുന്ന ഘട്ടങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഒന്നാമത്തത്, ഇത് ഓരോ സ്ഥാപനത്തിൻ്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത് പ്രോസസ്സ് ആകുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് വരിക. ഒന്നാമത്തെ പ്രോസസ്സ് വരുന്നത് പ്രാഥമിക സ്ക്രീനിങ്ങും അഭിമുഖവും. അഭിമുഖം. ഇവിടെ ലഭിച്ച അപേക്ഷകൾ, അതായത് ബയോഡാറ്റ അല്ലെങ്കിൽ റെസ്യൂമുകൾ, അതുപോലെ കവർ ലെറ്ററുകൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നു. ജോലിക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത, അവരുടെ ക്വാളിഫിക്കേഷൻ, കഴിവുകൾ തുടങ്ങിയ ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത്. അത് പാലിക്കാത്ത ആളുകളെ ആദ്യ സ്റ്റെപ്പിൽ തന്നെ പുറത്താക്കും. ഇതാണ് പ്രാഥമിക സ്ക്രീനിങ് അഭിമുഖം. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ കാര്യമാണ് തിരഞ്ഞെടുക്കൽ പരിശോധനകൾ, സെലക്ഷൻ ടെസ്റ്റ്. ഇതിൽ അപേക്ഷകരുടെ കഴിവുകൾ, വ്യക്തിത്വം, അഭിരുചികൾ, ബുദ്ധിശക്തി, ജോലിയുമായി ബന്ധപ്പെട്ട അറിവ് എന്നിവ കൂടുതൽ വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്ന ഘട്ടമാണ് തിരഞ്ഞെടുക്കൽ പരിശോധന. ഇതിനുവേണ്ടി പ്രാഥമിക സ്ക്രീൻ കഴിഞ്ഞ യോഗ്യരായിട്ടുള്ള അപേക്ഷകർക്ക് വിവിധ ടെസ്റ്റുകൾ നടത്തുന്നതാണ്. ആ ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ബുദ്ധിശക്തി പരിശോധന, ഇൻ്റലിജൻസ് ടെസ്റ്റ്. ഇതിൽ വരുന്നത് പൊതുവായ ബുദ്ധിശക്തി, അതുപോലെ ഓർമ്മശക്തി, പ്രശ്നപരിഹാര ശേഷി എന്നിവയാണ് ബുദ്ധിശക്തിയിലൂടെ പരിശോധിക്കുന്നത്. രണ്ടാമത്തത് അഭിരുചി പരിശോധന, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഒരു പ്രത്യേക ജോലി പഠിക്കാനും ഭാവിയിൽ അതിൽ മികവ് പുലർത്താനുമുള്ള ഒരു വ്യക്തിയുടെ സാധ്യതയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ നോക്കുന്നത്. മൂന്നാമത്തത് വ്യക്തിത്വ പരിശോധന, പേഴ്സണാലിറ്റി ടെസ്റ്റ്. വ്യക്തിത്വ സവിശേഷതകൾ, വികാരപരമായിട്ടുള്ള സ്ഥിരത, നേതൃത്വ ഗുണം, ആളുകളുമായിട്ടുള്ള സമ്പർക്കം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിലയിരുത്തുവാൻ വേണ്ടിയാണ് വ്യക്തിത്വ പരിശോധന നടത്തുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡി, വൈദഗ്ധ്യ പരിശോധന, സ്കിൽ ടെസ്റ്റാണ് വൈദഗ്ധ്യ പരിശോധന. അതായത് ഒരു പ്രത്യേക ജോലി ചെയ്യാനുള്ള നിലവിലുള്ള അറിവും പ്രായോഗിക ശേഷിയും അളക്കുന്നു. ഉദാഹരണത്തിന് ടൈപ്പിംഗ് ടെസ്റ്റ്, പ്രോഗ്രാമിംഗ് ടെസ്റ്റ്. അതിൽ സ്പീഡ് ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് വൈദഗ്ധ്യ പരിശോധന. നെക്സ്റ്റ് വരുന്നതാണ് ഈ സൈക്കോമെട്രിക് ടെസ്റ്റുകൾ. എന്ന് പറഞ്ഞാൽ അപേക്ഷകന്റെ മാനസിക ശേഷികളെയും സ്വഭാവ സവിശേഷതകളും വിലയിരുത്തുന്നതാണ് സൈക്കോമെട്രിക് ടെസ്റ്റുകൾ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് അല്ലെങ്കിൽ ഈ കാര്യങ്ങളാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞാൽ ചെയ്യുന്നത് മൂന്നാമത്തെ കാര്യമാണ്. മൂന്നാമത്തത് തൊഴിൽ അഭിമുഖം, എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ നടത്തലാണ് മൂന്നാമത്തെ കാര്യം. കഴിഞ്ഞ 2 ടെസ്റ്റുകളിൽ വിജയിച്ച അപേക്ഷകരെ നേരിട്ട് കണ്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക, അവരുടെ ആശയവിനിമയ ശേഷി, മനോഭാവം, ശാരീരിക ഭാഷ, സ്ഥാപനത്തിൻ്റെ സംസ്കാരവുമായി ഇഴകിച്ചേരുവാനുള്ള കഴിവ് തുടങ്ങിയ കാര്യങ്ങളാണ് തൊഴിൽ അഭിമുഖം എന്നുള്ള ഈ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പിലൂടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് പശ്ചാത്തലവും റഫറൻസ് പരിശോധനയും. അതായത് ബാക്ക്ഗ്രൗണ്ട് നോക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അപേക്ഷ നൽകിയ വിവരങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം,
പിന്നെ മുൻതൊഴിൽ പരിചയം, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. ഈ ബയോഡേറ്റയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കുന്നതാണ് 4-മത്തെ സ്റ്റെപ്പ്. പശ്ചാത്തലവും ബാക്ക്ഗ്രൗണ്ടും അതുപോലെ റെഫറൻസ് പരിശോധനയും വരുന്നത്. ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് 5-മത്തെ സ്റ്റെപ്പാണ് മെഡിക്കൽ പരിശോധന. ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലിക്ക് ആവശ്യമായ ശാരീരിക ക്ഷമതയുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതാണ്. പ്രത്യേകിച്ച് ശാരീരികമായ അധ്വാനം ആവശ്യമുള്ള ജോലികൾക്ക് ഇത് നിർബന്ധമാണ്. മെഡിക്കൽ പരിശോധന നടത്തി അതിൻ്റെ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് 5-മത്തെ സ്റ്റെപ്പ് വരുന്നത്. ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 6-മത്തത് വരുന്നത് അന്തിമ തെരഞ്ഞെടുപ്പ്, ഫൈനൽ സെലക്ഷൻ അല്ലെങ്കിൽ ഫൈനൽ ഡിസിഷൻ ആണ് 6-മത്തെ സ്റ്റെപ്പ് വരുന്നത്. മേലെ വിവിധ രീതിയിലുള്ള പരിശോധന നടത്തി, ടെസ്റ്റുകളൊക്കെ നടത്തി, അതിനുശേഷം ഓരോ ടെസ്റ്റുകളിലെയും സ്കോറുകൾ, അഭിമുഖത്തിലെ പ്രകടനം, റെഫറൻസ് റിപ്പോർട്ടുകൾ, മെഡിക്കൽ റിപ്പോർട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഒരുമിച്ച് വിലയിരുത്തുകയും ജോലിയുടെ ആവശ്യകതകൾക്ക് ഏറ്റവും ചേർന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നു. പലപ്പോഴും ഒരു സെലക്ഷൻ കമ്മിറ്റി ആയിരിക്കും ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഈ മുൻകഴിഞ്ഞ 5 സ്റ്റെപ്പിലൂടെയും വിലയിരുത്തപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ആ ജോലി ചെയ്യുവാൻ കഴിവുള്ള ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക. അതാണ് അന്തിമ തെരഞ്ഞെടുപ്പിൽ വരുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ വരുന്ന 7-മത്തെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ജോലി വാഗ്ദാനവും കരാറും, ജോബ് ഓഫർ അല്ലെങ്കിൽ ജോബ് കോൺട്രാക്റ്റ്, ജോലി വാഗ്ദാനവും കരാറും. അതിൽ നിന്ന് സെലക്ട് ചെയ്ത വ്യക്തിയെ ഇനി ജോലിക്ക് വേണ്ടി നിയമിക്കുകയാണ്. അങ്ങനെ നിയമിക്കപ്പെട്ട ഉദ്യോഗാർത്ഥിക്ക് നിയമന കത്ത്, ഓഫർ ലെറ്റർ നൽകും. അദ്ദേഹത്തിന് ഓഫർ ലെറ്റർ അയക്കും. അതിൽ അദ്ദേഹത്തിൻ്റെ ശമ്പളം ഉണ്ടായിരിക്കും, ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കും, ചുമതലകൾ ഉണ്ടായിരിക്കും, ജോലിയിൽ പ്രവേശിക്കേണ്ട തീയതി ഉണ്ടായിരിക്കും, പിന്നെ മറ്റ് നിബന്ധനകൾ, വ്യവസ്ഥകൾ, ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയ ഒരു കത്ത് നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ സെലക്ട് ചെയ്ത വ്യക്തിക്ക് അയച്ചു കൊടുക്കുന്നതാണ്. ഈ ഉദ്യോഗാർത്ഥി ഓഫർ സ്വീകരിച്ചാൽ നിയമനം പൂർത്തിയാക്കുകയും ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 7 സ്റ്റെപ്പുകളാണ് സെലക്ഷൻ പ്രക്രിയയിൽ വരുന്നത്. ഈ ഘട്ടങ്ങളെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ ഒരു സ്ഥാപനത്തിന് അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായ ഏറ്റവും മികച്ച പ്രതിഭകളെ കണ്ടെത്തുവാനും നിയമിക്കുവാനും സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാനുള്ളത് 45-മത്തെ ക്വസ്റ്റ്യൻ ആണ്. 45-മത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റേറ്റ് എനി 3 ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പേഴ്സൺ. ഒരു നല്ല സെയിൽസ് പേഴ്സൻ്റെ ക്വാളിറ്റി എന്തെല്ലാമാണ്? 3 എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ഒന്നാമത്തെ ആൻസർ നോക്കാം. ഒന്നാമത്തത് നല്ല ആശയവിനിമയ ശേഷി, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഉപഭോക്താക്കളുമായി വ്യക്തമായും ഫലപ്രദമായും സംസാരിക്കുവാനും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ സേവനങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുവാനും കഴിവുണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം നല്ല ആശയവിനിമയ ശേഷി ഉണ്ടായിരിക്കണം. എന്നാൽ നെക്സ്റ്റ് 2-മത്തത് ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള അറിവ്, പ്രോഡക്റ്റ് നോളജ് ഉണ്ടായിരിക്കണം. താൻ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സേവനങ്ങളെക്കുറിച്ചോ പൂർണ്ണമായ അറിവ് ആ സെയിൽസ് പേഴ്സൺ ഉണ്ടായിരിക്കണം. ഇത് ഉപഭോക്താക്കളുടെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുവാനും ഉൽപ്പന്നത്തിൻ്റെ സവിശേഷതകളും പ്രയോജനങ്ങളും വ്യക്തമാക്കുവാനും സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ഗുണം വരുന്നത് സഹാനുഭൂതിയും ക്ഷമയും ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണ്? ഉപഭോക്താക്കളുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുവാനും അവരുടെ ആശങ്കകൾ കേൾക്കുവാനും സാധിക്കണം. എല്ലാ ഉപഭോക്താക്കളോടും ക്ഷമയോടെയും സൗഹൃദപരമായിട്ടും ഇടപെടുന്നത് അവർക്കിടയിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇടയിലുള്ള വിശ്വാസം വളർത്തുവാനും അതുപോലെ നല്ല ബന്ധം സ്ഥാപിക്കുവാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു സെയിൽസ് പേഴ്സൺ സഹാനുഭൂതിയോടെയും ക്ഷമയോടുകൂടെയും വേണം പെരുമാറാൻ. നെക്സ്റ്റ് 4-മത്തത് ഉപഭോക്തൃ കേന്ദ്രീകരണം, കസ്റ്റമർ ഫോക്കസ്. ഒരു നല്ല സെയിൽസ് പേഴ്സൺ എല്ലായ്പ്പോഴും ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളും താല്പര്യങ്ങൾക്കുമാണ് മുൻഗണന നൽകുക. ഒരു കസ്റ്റമേഴ്സ് എന്താണോ ആവശ്യപ്പെടുന്നത്
അവരുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ചാണ് മുൻഗണന നൽകുക. താൽക്കാലിക ലാഭത്തേക്കാൾ ഉപഭോക്താവുമായി ദീർഘകാല ബന്ധം സ്ഥാപിക്കുന്നതിൽ ഇദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. ഉപഭോക്താവിനെ തൃപ്തിപ്പെടുത്തുന്നത് വഴി വാക്കുകളിലൂടെയും പരസ്യം വാക്കുകളിലൂടെയുള്ള പരസ്യം നമ്മൾ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുമല്ലോ, അങ്ങനെയുള്ള വാക്കുകളിലൂടെയുള്ള പരസ്യവും ലഭിക്കുവാൻ ഈ നല്ല ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തത് വരുന്നത് കേൾക്കുവാനുള്ള കഴിവ്. കസ്റ്റമേഴ്സിനെ കേൾക്കുക. അതെങ്ങനെയാണ്? സംസാരിക്കുന്നതിനേക്കാൾ ഉപഭോക്താവ് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുവാൻ ഒരു നല്ല സെയിൽസ് പേഴ്സൺ തയ്യാറായിരിക്കണം. അവരുടെ ആവശ്യങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ എന്നിവ ശ്രദ്ധിച്ചു കേൾക്കുകയും അതിന് ഉചിതമായ പരിഹാരങ്ങളും ഉൽപ്പന്നങ്ങളും നിർദ്ദേശിക്കുവാനും ഒരു സെയിൽസ് പേഴ്സണ് കഴിയണം. നെക്സ്റ്റ് വരുന്നത് കോൺഫിഡൻസ്. ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ഇവിടെ ഉൽപ്പന്നത്തിലോ അതുപോലെ സേവനത്തിലോ തനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ഈ ആത്മവിശ്വാസം ഉപഭോക്താക്കളിലേക്കും വ്യാപിക്കുന്നതാണ്. ഉൽപ്പന്നത്തിൽ അവർക്ക് വിശ്വാസം തോന്നുവാൻ ഇത് ഇടയാക്കുകയും ചെയ്യും. അതായത് ഒരു സെയിൽസ് പേഴ്സണ് തന്നെ ആത്മവിശ്വാസമില്ല എങ്കിൽ കസ്റ്റമേഴ്സ് പിന്നെ ആ ഉൽപ്പന്നം വാങ്ങുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് കസ്റ്റമേഴ്സിനോട് എപ്പോഴും നല്ല ഒരു കോൺഫിഡൻസോട് കൂടെയായിരിക്കണം ഒരു സെയിൽസ് പേഴ്സൺ സംസാരിക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തത് പുതുമ പഠിക്കുവാനുള്ള സന്നദ്ധത. വിപണിയിൽ വരുന്ന മാറ്റങ്ങൾ, പുതിയ ഉൽപ്പന്നങ്ങൾ, ഉപഭോക്തൃ പ്രവണതകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുവാനും അതിനനുസരിച്ച് തന്ത്രങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും ഒരു നല്ല സെയിൽസ് പേഴ്സണ് തയ്യാറായിരിക്കണം. നിരന്തരമായ പഠനം അവരെ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സെയിൽസ് പേഴ്സണ് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. നെക്സ്റ്റ് 45-ാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നെയിം എനി 3 അഡ്വർടൈസിങ് മീഡിയ ആൻഡ് ദ സ്റ്റൈൽ ദെയർ സ്യൂട്ടബിലിറ്റി. 3 രീതിയിലുള്ള പരസ്യം ചെയ്യുന്നതിന്, അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന 3 പ്രധാന മാധ്യമങ്ങളും അവയുടെ അനുയോജ്യതയും വിശദീകരിക്കാനാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഒന്നാമത്തത് വരുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ടെലിവിഷൻ പരസ്യം. ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ് ആണ് ഒന്നാമത്തത്. ഇത് പ്രധാനമായിട്ടും ടെലിവിഷൻ പരസ്യങ്ങൾ വലിയൊരു ജനക്കൂട്ടത്തിലേക്ക് ഒരേ സമയം എത്തുവാൻ സഹായിക്കും. അതായത് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം തന്നെ ഒരേ പരസ്യം, ഇപ്പം നമ്മളൊക്കെ ചാനലിലൊക്കെ പരസ്യം കാണുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരേ സമയം തന്നെ പരസ്യം കാണുക. അപ്പോൾ ഈ TV-യിൽ പരസ്യം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം വലിയൊരു ജനക്കൂട്ടത്തിലേക്ക് ഒരേ സമയം എത്തുവാൻ സഹായിക്കുന്നു. ദൃശ്യങ്ങളും ശബ്ദങ്ങളും ചലനങ്ങളും ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതിനാൽ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും ആകർഷകമായി അവതരിപ്പിക്കുവാൻ വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ് ടെലിവിഷനിലൂടെയുള്ള പരസ്യം. മാത്രമല്ല ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുവാനും ബ്രാൻഡ് അവബോധം വർദ്ധിപ്പിക്കുവാനും വൈകാരികമായ പ്രതികരണം ഉണ്ടാക്കുവാനും ടെലിവിഷൻ പരസ്യങ്ങൾ മികച്ചതാണ്. നിരക്ഷരരായ ആളുകളിലേക്ക്, നിരക്ഷരം എന്ന് പറഞ്ഞാൽ എഴുത്ത് വായനയൊന്നും അറിയാത്ത ആളുകളിലേക്ക് ഇത് എളുപ്പത്തിൽ എത്തിക്കുവാൻ സാധിക്കും. അതായത് അവർ ഇത് കാണുകയാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കാണുന്നതിലൂടെ പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്യും. ഇതിനൊരു ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ ആയിട്ട് വരുന്നത് വലിയ രീതിയിൽ ഉയർന്ന ചെലവാണ് ടെലിവിഷൻ പരസ്യത്തിന് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തത് ഡിജിറ്റൽ അഡ്വർടൈസിങ് ആണ്. ഡിജിറ്റൽ പരസ്യങ്ങൾ, ഇത് ഇന്റർനെറ്റിലൂടെ ഉള്ള പരസ്യങ്ങളാണ് ഡിജിറ്റൽ പരസ്യങ്ങൾ. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വ്യാപകമായി കിടക്കുന്നതാണ് ഡിജിറ്റൽ പരസ്യങ്ങൾ. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയയിലൂടെ, അതുപോലെ സെർച്ച് എഞ്ചിനുകൾ, ഗൂഗിൾ, ക്രോം തുടങ്ങിയ സെർച്ച് എഞ്ചിനുകൾ, പിന്നെ വെബ്സൈറ്റ്, ഇമെയിൽ തുടങ്ങിയ മേഖലകളിലൂടെ, മാർഗങ്ങളിലൂടെ നൽകുന്ന പരസ്യങ്ങളാണ് ഡിജിറ്റൽ പരസ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത കാര്യമായ ഉപഭോക്താക്കളെ ലക്ഷ്യമിടുവാൻ ഇത് സഹായിക്കുന്നു. അതായത് നമുക്ക് നമ്മുടെ ഡാറ്റ കളക്ഷൻ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ഈ വ്യക്തിഗതമായിട്ട് അവരിലേക്ക് പരസ്യങ്ങൾ വരും.
അത് അവരുടെ പ്രായം, ലിംഗഭേദം, അവരുടെ താല്പര്യങ്ങൾ, പിന്നെ ലൊക്കേഷൻ ഇവയൊക്കെ അടിസ്ഥാനമാക്കി പരസ്യങ്ങൾ കാണിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എറണാകുളത്തുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അത് കേരളം മൊത്തം പരസ്യം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത് എറണാകുളം ഉൾപ്പെടുന്ന ആ ഒരു ലൊക്കേഷനിലാണ് പരസ്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം ചെയ്യുമ്പോൾ ആ ലൊക്കേഷൻ സെലക്ട് ചെയ്തുകൊണ്ട് പരസ്യം നൽകുവാനുള്ള ഒരു മാർഗം ഡിജിറ്റൽ പരസ്യങ്ങളിലൂടെ സാധിക്കുന്നതാണ്. ഇതാണ് ഡിജിറ്റൽ പരസ്യം. പരസ്യത്തിൻ്റെ ഫലപ്രാപ്തി അളക്കുവാൻ എളുപ്പമാണ്. വേഗത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും സാധിക്കും. ഇത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾക്കും ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾക്കുമാണ് ഇത് അനുയോജ്യമായി വരുന്നത്. രണ്ടാമത്തെ മാർഗമാണ് ഡിജിറ്റൽ പരസ്യം. നെക്സ്റ്റ് വരുന്നത് റേഡിയോ പരസ്യം. റേഡിയോ പരസ്യം വരുന്നത് ദൃശ്യങ്ങളില്ലാത്തത് കൊണ്ട് ശബ്ദത്തെ മാത്രം ആശ്രയിച്ചാണ് റേഡിയോ പരസ്യങ്ങൾ പ്രവർത്തിക്കുന്നത്. യാത്ര ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ആളുകൾ റേഡിയോ കേൾക്കുന്നതിനാൽ പ്രാദേശികമായ ഉപഭോക്താക്കളിലേക്ക് എത്താൻ ഇത് ഫലപ്രദമാണ്. ഇന്ന് വളരെ കുറഞ്ഞ രീതിയിൽ, മുമ്പൊക്കെ റേഡിയോ വ്യാപകമായിരുന്നു. ഇപ്പോൾ FM-ലൂടെയൊക്കെ പരസ്യങ്ങൾ നൽകുന്നുണ്ട്. ഇവിടെ ദൃശ്യം വരുന്നില്ല, മറിച്ച് ശബ്ദത്തിലൂടെ മാത്രമുള്ള പരസ്യങ്ങളാണ് നൽകുന്നത്. ഇത് ടെലിവിഷൻ പരസ്യങ്ങളെ അപേക്ഷിച്ച് ചെലവ് കുറവായതിനാൽ ചെറിയ ബിസിനസ്സുകൾക്കും ബജറ്റ് കുറഞ്ഞ ക്യാമ്പയിനുകൾക്കും ഇത് അനുയോജ്യമാണ്. മലയാളം റേഡിയോ ചാനലുകൾ കേരളത്തിലെ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തുവാൻ സഹായിക്കുന്നതാണ്. ഇപ്പോഴും റേഡിയോ ഉപയോഗിക്കുന്ന ധാരാളം വീടുകളുണ്ട് രാവിലത്തെ വാർത്തകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മാത്രമല്ല, ഈ ടൗണുകൾ, നഗരപ്രദേശങ്ങളിലൊക്കെ FM ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ റേഡിയോയിലൂടെയുള്ള പരസ്യമാണ് മറ്റൊരു മാർഗം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അച്ചടി മാധ്യമങ്ങൾ. അച്ചടി മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പറിലൂടെ പരസ്യങ്ങൾ നൽകാം. വ്യാപകമായ പ്രാദേശിക കവറേജ് ആണ് ഇതുകൊണ്ടുള്ള ഒരു ഗുണം. അതായത് ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തെ ആളുകളിലേക്ക് വേഗത്തിൽ എത്തുവാൻ ഇത് സഹായിക്കുന്നു. മാത്രമല്ല പ്രാദേശിക വാർത്തകൾക്കും ഓഫറുകൾക്കും ഇത് വളരെ അനുയോജ്യമാണ്. ഇനി മറ്റൊന്നാണ് മാസികകൾ. ഇവിടെ മാസികകളാകുമ്പോൾ ഒരു ലക്ഷ്യമിട്ട പ്രേക്ഷകരായിരിക്കും. അതായത് പ്രത്യേക വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള മാസികകൾക്ക് ഒരു പ്രത്യേക താല്പര്യ പ്രേക്ഷകർ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ഫാഷൻ മാസികകൾ. അതുപോലെ അത് ആരായിരിക്കും മേടിക്കുക? ഫാഷനിൽ താല്പര്യമുള്ള ആളുകളായിരിക്കും. അങ്ങനെ ബിസിനസ്, മറ്റു കാര്യങ്ങളൊക്കെ, ഫോട്ടോഗ്രാഫർ തുടങ്ങിയ ഓരോ മാസികകളുടെ മാഗസിനുകൾ, അതായത് കാര്യങ്ങളുടെ പരസ്യങ്ങൾ ഇത്തരം മാഗസിനുകളിൽ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഔട്ട്ഡോർ പരസ്യങ്ങൾ. ധാരാളം മാർഗങ്ങളുണ്ട്. മറ്റൊന്നാണ് ഔട്ട്ഡോർ പരസ്യങ്ങൾ. അതായത് ഔട്ട്ഡോർ പരസ്യങ്ങളിൽ ഫ്ലക്സ്, അതുപോലെ തന്നെ പോസ്റ്ററുകൾ, പിന്നെ ബസ്സുകൾ, ട്രെയിനുകൾ, അവയിലൊക്കെ പരസ്യങ്ങൾ പതിക്കുമല്ലോ. അത്തരത്തിലുള്ള പരസ്യങ്ങളെയാണ് ഔട്ട്ഡോർ പരസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരത്തിലൂടെ ഉള്ള മാർഗങ്ങളിലൂടെ പരസ്യങ്ങളുടെ മാധ്യമങ്ങളായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 46ാമത്തെ ക്വസ്റ്റ്യൻ. 46ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? എക്സ്പ്ലെയിൻ ദ 3 ടൈപ്സ് ഓഫ് എക്സ്റ്റേണൽ ട്രേഡ്. 3 തരത്തിലുള്ള വിദേശ വ്യാപാരത്തെക്കുറിച്ച് വിശദീകരിക്കുക. അതിൽ ഫസ്റ്റ് ഒന്നാമത്തത് വരുന്നത് ഇറക്കുമതി വ്യാപാരമാണ്. ഇറക്കുമതി വ്യാപാരം. ഇറക്കുമതി വ്യാപാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് നിന്ന് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനെയാണ് ഇറക്കുമതി എന്ന് പറയുന്നത്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് നിന്ന് സാധനങ്ങൾ, സേവനങ്ങൾ വാങ്ങുന്നതിന് ഇറക്കുമതി വ്യാപാരം എന്ന് പറയുന്നു. ഇതെന്തുകൊണ്ടാണ്? വിദേശ ഉൽപ്പന്നങ്ങൾ ആഭ്യന്തര വിപണിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇറക്കുമതി കൊണ്ടുള്ള ലക്ഷ്യം. പിന്നെ മറ്റൊരു കാര്യം, ഇതിനുള്ള സാഹചര്യം വരുന്നത് രാജ്യങ്ങൾ അവർക്ക് കാര്യക്ഷമമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യും. മാത്രമല്ല ഒരു രാജ്യത്ത് വേണ്ടത്ര ഇനങ്ങൾ ഇല്ലെങ്കിൽ, ആ ഉൽപ്പന്നങ്ങൾ ഇവിടെ കുറവാണെന്നുണ്ടെങ്കിൽ അത് ഇറക്കുമതി ചെയ്യും. മാത്രമല്ല വിദേശത്ത് നിന്ന് വില കുറഞ്ഞ നല്ല ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി ഇറക്കുമതി ചെയ്യുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തത് വരുന്നത് ഇറക്കുമതി വ്യാപാരം. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തത് കയറ്റുമതിയാണ്. ഇറക്കുമതി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കയറ്റുമതി ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അതെങ്ങനെയാണ്? ഒരു രാജ്യം
ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളും സേവനങ്ങളും മറ്റൊരു രാജ്യത്തിന് വിൽക്കുന്നതാണ് കയറ്റുമതി വ്യാപാരം. അപ്പോൾ അതായത് ഇന്ത്യയിലുള്ള ഒരു ഉൽപ്പന്നം, ആഭ്യന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് അകത്തുള്ളത്. അപ്പോൾ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, സേവനങ്ങൾ മറ്റു രാജ്യത്തിന് വിൽക്കുന്നതിനെയാണ് കയറ്റുമതി വ്യാപാരം എന്ന് പറയുന്നത്. ഇത് ലക്ഷ്യം വെക്കുന്നത് രാഷ്ട്രങ്ങൾ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് അവർക്ക് മിച്ചമോ മത്സരപരമായ നേട്ടമോ ഉണ്ടായിരിക്കും. മിച്ചം ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നം ഇന്ത്യയിലുള്ള ആവശ്യം കഴിഞ്ഞാൽ ബാക്കി വരുന്നത് കയറ്റുമതി ചെയ്യാം. അതുപോലെ ഇതിലൂടെ ആഗോള വിപണി കൈയടക്കുകയും അതിലൂടെ ഒരു മത്സരപരമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതും ലക്ഷ്യമാണ്. മാത്രമല്ല വിദേശ കറൻസി സമ്പാദിക്കുക. നമ്മൾ അമേരിക്കക്ക് ഉൽപ്പന്നം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ലഭിക്കുക? ഡോളർ ആയിരിക്കും ലഭിക്കുക. ഇങ്ങനെ വിദേശ കറൻസി സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യം വരുന്നുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ അമേരിക്കയിലേക്ക് തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തത് വരുന്നത് കയറ്റുമതി വ്യാപാരം. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തത് എൻട്രപ്പോർട്ട് ട്രേഡ് അല്ലെങ്കിൽ റീ എക്സ്പോർട്ട് ട്രേഡ് എന്നും പറയും. എൻട്രപ്പോർട്ട് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ചരക്കുകൾ ഇറക്കുമതി ചെയ്യുന്നത് മറ്റൊരു രാജ്യത്തേക്ക് വീണ്ടും കയറ്റുമതി ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ശ്രദ്ധിക്കേണ്ടത്, ഉൽപ്പന്നം ആദ്യം ഇറക്കുമതി ചെയ്യുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? മറ്റൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള വിദേശ വ്യാപാരമാണ് എൻട്രപ്പോർട്ട് ട്രേഡ്. പലപ്പോഴും ചില പ്രോസസ്സിംഗ് അല്ലെങ്കിൽ മൂല്യവർധനക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഇറക്കുമതി ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു രാജ്യത്ത് നിന്ന് അസംസ്കൃത വജ്രങ്ങൾ ഇറക്കുമതി ചെയ്യുകയും അവ മുറിച്ച് മിനുക്കി മനോഹരമാക്കിയത് പൂർത്തിയാക്കിയതിന് ശേഷം ആ വജ്രങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഇവിടെ ഉപയോഗിക്കുന്നില്ല, ഇറക്കുമതി ചെയ്യുന്നു, അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി മറ്റൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഇതിനെയാണ് എൻട്രപ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവയാണ് പ്രധാനമായിട്ടും 3 വിദേശ വ്യാപാരങ്ങൾ. ഇനി നെക്സ്റ്റ് വരുന്നത് 47ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എനി 3 റോൾസ് പ്ലേഡ് ബൈ ക്ലിയറിംഗ് ഏജന്റ് ഇൻ എക്സ്റ്റേണൽ ട്രേഡ്. വിദേശ വ്യാപാരത്തിൽ ക്ലിയറിംഗ് ഏജന്റ് വഹിക്കുന്ന ഏതെങ്കിലും 3 റോളുകൾ വിശദീകരിക്കുക. ഒരു ക്ലിയറിംഗ് ഏജന്റിന് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ അവയുടെ സാധനങ്ങളുടെ സുഗമമായ ഒഴുക്കുകൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി നിർണായക പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് ക്ലിയറിംഗ് ഏജന്റ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ആണ് ഇനി പറയുന്നത്. അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ: ഒന്നാമത്തത് കസ്റ്റംസ് ക്ലിയറൻസ്. ഇത് ക്ലിയറിംഗ് ഏജന്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണ് കസ്റ്റംസ് ക്ലിയറിംഗ് എന്നുള്ളത്. അതിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്? ഒരു രാജ്യത്തേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുമ്പോഴോ കസ്റ്റംസ് നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടി എല്ലാ നടപടികളും ഒരു ക്ലിയറിംഗ് ഏജന്റ് പൂർത്തിയാക്കുന്നതാണ്. ഒരു വിദേശത്തേക്ക് ഉൽപ്പന്നം കയറ്റുമതി ചെയ്യുമ്പോൾ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു പോകുന്നത് ആരാണ്? ക്ലിയറിംഗ് ഏജന്റാണ് ചെയ്യുന്നത്. അതിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങൾ, മൂല്യം, ഉത്ഭവം എന്നിവ സംബന്ധിച്ച എല്ലാ രേഖകളും, അതായത് ഇൻവോയ്സ്, പാക്കിംഗ് ലിസ്റ്റുകൾ, ബിൽ ഓഫ് ലേഡിങ്, പിന്നെ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ തുടങ്ങിയ ആവശ്യമായിട്ടുള്ള രേഖകളെല്ലാം കൃത്യമായി സമർപ്പിക്കുന്നത് ആരായിരിക്കും? കസ്റ്റംസ് ക്ലിയറൻസ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തത് ഡോക്യുമെന്റേഷൻ മാനേജ്മെന്റ്. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ വലിയ അളവിലുള്ള രേഖകൾ ആവശ്യമാണ്. നമ്മൾ രാജ്യത്തിനകത്ത് വിൽപ്പന നടത്തുന്നത് പോലെയല്ല, വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോഴും ഇറക്കുമതി ചെയ്യുമ്പോഴും ധാരാളം രീതിയിലുള്ള രേഖകൾ ശരിപ്പെടുത്തേണ്ടതുണ്ട്. ഈ രേഖകളെല്ലാം ശരിയാക്കി കൈകാര്യം ചെയ്യുന്നത് ക്ലിയറിംഗ് ഏജന്റിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. രണ്ടാമത്തത് ഡോക്യുമെന്റേഷൻ മാനേജ്മെന്റ്. ഈ വ്യാപാരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും, നേരത്തെ പറഞ്ഞ പോലെ ഷിപ്പിംഗ് ബില്ല്, ബിൽ ഓഫ് ലേഡിങ്, ഇനി വിമാനത്തിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എയർവേ ബില്ല്, അതുപോലെ കൊമേഴ്ഷ്യൽ ഇൻവോയ്സ്, പാക്കിംഗ് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, ഇൻഷുറൻസ് പോളിസി തുടങ്ങിയ ധാരാളം ഡോക്യുമെന്റ്സ് ഉണ്ട്.
ഈ രേഖകളെല്ലാം ശേഖരിക്കുകയും അവ കൃത്യമായി പൂരിപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ജോലി ക്ലിയറൻസ് ഏജന്റാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തത് ഡോക്യുമെന്റേഷൻ മാനേജ്മെന്റ്. ഇനി തേർഡ് വൺ, മൂന്നാമത്തത് ലോജിസ്റ്റിക്സ് ഏകോപനം. അതായത് സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നതിനുള്ള ഗതാഗതവും സംഭരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ക്ലിയറിംഗ് ഏജന്റ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഉൽപ്പന്നം ഒരു രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്കുകൾ എന്ത് ചെയ്യുക, മറ്റു സ്ഥലത്തേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു കോർഡിനേഷൻ ക്ലിയറിംഗ് ഏജന്റ് നടത്തേണ്ടതുണ്ട്. ഈ ഉൽപ്പന്നം ഏത് മാർഗമാണ് കൊണ്ടുപോകുന്നത്, കടൽ വഴിയാണോ, വ്യോമമാർഗമാണോ, റോഡ് വഴിയാണോ, റെയിൽ വഴിയാണോ, ഏത് ഗതാഗതമാണെങ്കിൽ അത് ക്രമീകരിക്കുന്നു. ഇനി ഷിപ്പിലാണെങ്കിൽ ഷിപ്പ് ലൈനുകൾ, എയർലൈനിലാണെങ്കിൽ എയർലൈന്, അതുപോലെ ട്രക്കിംഗ് കമ്പനികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ചരക്ക് നിരക്കുകൾ ചർച്ച ചെയ്യുകയും ഏറ്റവും മികച്ച ഓപ്ഷൻ കണ്ടെത്തുകയും ചെയ്യുന്നു. ഈ 4 മാർഗങ്ങളിലൂടെ ചരക്ക് നീക്കത്തിനുള്ള 4 ഓപ്ഷൻ ഉണ്ട്. ആ 4 ഓപ്ഷനും നോക്കുകയും എവിടെയാണോ ചെലവ് കുറവും മെച്ചം കൂടുതലും അവ നോക്കിയതിന് ശേഷമായിരിക്കും ഏത് മാർഗത്തിലൂടെയാണ് കൊണ്ടുപോകേണ്ടത്. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഈ ക്ലിയറിംഗ് ഏജന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഈ റോളുകളിലൂടെ ഒരു ക്ലിയറിംഗ് ഏജന്റ് അന്താരാഷ്ട്ര വ്യാപാരം ലളിതമാക്കുകയും വ്യാപാരികൾക്ക് സമയം ലാഭിക്കുവാനും ചെലവ് കുറക്കുവാനും അപകട സാധ്യതകൾ കുറക്കുവാനും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളിലൂടെയാണ് ഒരു ക്ലിയറിംഗ് ഏജന്റിന്റെ പ്രധാനപ്പെട്ട റോളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 47ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്. വിദേശ വ്യാപാരത്തിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും 3 രേഖകൾ വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ എനി 3 ഡോക്യുമെന്റ്സ് യൂസ്ഡ് ഇൻ എക്സ്റ്റേണൽ ട്രേഡ്. വിദേശ വ്യാപാരത്തിൽ ഉപയോഗിക്കുന്ന 3 രേഖകൾ ഏതെല്ലാമാണ്? ഇവിടെ വിദേശ വ്യാപാരത്തിൽ ധാരാളം രേഖകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ രേഖക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യവും ഉപയോഗവും ഉണ്ട്. അവയെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഒന്നാമത്തത് കൊമേഴ്ഷ്യൽ ഇൻവോയ്സ്. ഇത് ഒരു വിൽപ്പന ബില്ലാണ്. കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് കയറ്റുമതിക്കാരൻ വിറ്റ സാധനങ്ങളുടെ വില, അളവ്, ഗുണമേന്മ, മറ്റ് വിവരങ്ങൾ എന്നിവയെല്ലാം ഈ ഇൻവോയ്സിൽ സൂചിപ്പിക്കുന്നതാണ്. ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തെ കസ്റ്റംസ് അധികൃതർക്ക് തീരുവ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി, ടാക്സ് എന്നൊക്കെ പറയും. ഈ ടാക്സ് കണക്കാക്കുവാനും സാധനങ്ങൾ വിലയിരുത്തുവാനും ഇത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ കടയിൽ നിന്നൊക്കെ ബില്ല് കിട്ടുമല്ലോ, ആ ബില്ല് തന്നെയാണ്. അതിൽ ഉൽപ്പന്നങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും, അതുപോലെ ടാക്സ് മറ്റു കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു ബില്ലാണ് കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് എന്ന് പറയുന്നത്. അതിന് നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു ബില്ലാണ് ബിൽ ഓഫ് ലേഡിംഗ്. ഇത് കടൽ മാർഗം ചരക്ക് അയക്കുമ്പോൾ കപ്പൽ കമ്പനി നൽകുന്ന രേഖയാണ് ബിൽ ഓഫ് ലേഡിംഗ്. 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ബിൽ ഓഫ് ലേഡിംഗ്? കടൽ മാർഗം ചരക്ക് അയക്കുമ്പോൾ കപ്പൽ കമ്പനി നൽകുന്ന രേഖയാണ് ബിൽ ഓഫ് ലേഡിംഗ്. ഈ കപ്പലിൽ സാധനങ്ങൾ ലഭിച്ചു എന്നതിൻ്റെ റെസീറ്റും ചരക്ക് ഗതാഗതത്തിനുള്ള കരാറും സാധനങ്ങളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖയും അതെല്ലാം അടങ്ങുന്ന ഒരു ബില്ലാണ് ബിൽ ഓഫ് ലേഡിംഗ്. ഈ രേഖ കയ്യിലുള്ളവർക്ക് മാത്രമേ ചരക്ക് കൈപ്പറ്റുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചരക്ക് കപ്പൽ വഴി കടത്തുവാനും അതുപോലെ സ്വീകരിക്കുവാനുമുള്ള ഒരു ബില്ലാണ് ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തത് പാക്കിംഗ് ലിസ്റ്റ്. കയറ്റുമതി ചെയ്ത ഓരോ പാക്കേജിലുമുള്ള സാധനങ്ങളുടെ വിശദാംശങ്ങൾ നൽകുന്ന രേഖയാണ് പാക്കിംഗ് ലിസ്റ്റ്. ഇതിൽ ഓരോ പാക്കേജിൻ്റെയും നമ്പർ, അതിലുള്ള സാധനങ്ങളുടെ പേര്, എണ്ണം, ഓരോ പാക്കേജിൻ്റെയും ഭാരം, മൊത്തം ഭാരം, അളവുകൾ അതെല്ലാം രേഖപ്പെടുത്തുന്നതാണ് പാക്കിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ. വളരെ പ്രധാനപ്പെട്ട രേഖയാണ്. ഇതും 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ
അതായത് സാധനങ്ങൾ ഏത് രാജ്യത്താണ് നിർമ്മിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന രേഖയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ. എവിടെ? ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നമാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റിൽ ഇന്ത്യ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ചില രാജ്യങ്ങൾ നിശ്ചിത ഉത്ഭവമുള്ള സ്ഥാനങ്ങൾക്ക് കുറഞ്ഞ തീരുവകൾ നൽകാറുണ്ട്. അതായത് ഇത് ലഭിക്കുവാൻ അവർക്ക് വേണ്ട ടാക്സിലൊക്കെ കുറവുണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല, ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളുണ്ടായിരിക്കും, കയറ്റുമതി ചെയ്യാത്ത ഉൽപ്പന്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്നുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുന്നത്. കസ്റ്റംസ് ക്ലിയറൻസിനും ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ ആവശ്യമാണ്. അതിന് നെക്സ്റ്റ് വരുന്നതാണ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. നമുക്കെല്ലാവർക്കും അറിയാലോ, ഷിപ്മെന്റിന് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെന്ന് വ്യക്തമാക്കുന്ന രേഖയാണ് ഇൻഷുറൻസ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഉൽപ്പന്നം കപ്പലിൽ കയറ്റി ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഉൽപ്പന്നം സേഫായിട്ട് അവിടെ എത്തേണ്ടതുണ്ട്. ഈ സമയത്ത് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടണം. ഇതിനു വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റാണ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. ഗതാഗത സമയത്ത് സാധനങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് ഈ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. ധാരാളം സർട്ടിഫിക്കറ്റ് ഉണ്ട്. വേറെ 2-3 കൂടെ പറയാം. ഒരു 4-5 പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് വരുന്നത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇറക്കുമതിക്കാരൻ്റെ ബാങ്ക് കയറ്റുമതിക്കാരന് പേയ്മെന്റ് ഉറപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു രേഖയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വിദേശ രാജ്യത്ത് 2 രാജ്യങ്ങളിലുള്ള ആളുകൾ കൈമാറ്റം ചെയ്യുമ്പോൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഉൽപ്പന്നം കിട്ടുമോ എന്നൊരു ഭയം, നിർബന്ധമായിട്ട് ഉൽപ്പന്നം കിട്ടില്ലേ എന്നൊരു ഭയം ഉണ്ടായിരിക്കും. അതുപോലെ ഉൽപ്പന്നം കൊടുത്ത വ്യക്തിക്ക് ക്യാഷ് കിട്ടില്ലേ എന്നൊരു ഭയം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതില്ലാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്, ഒരു രേഖ ഉണ്ടാക്കുന്നത്. ഇത് ഇറക്കുമതിക്കാരൻ്റെ ബാങ്ക് കയറ്റുമതിക്കാരന് പേയ്മെന്റ് ഉറപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു രേഖയാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇതേസമയം ഇറക്കുമതിക്കാരന് സാധനങ്ങൾ ലഭിച്ച ശേഷം മാത്രം പണം നൽകിയാൽ മതിയാകും എന്നുള്ള ഒരു വിശ്വാസവും ഇതിൽ വരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ 2 കൂട്ടക്കാർക്കും ബുദ്ധിമുട്ട് വരില്ല. ഇനി വാങ്ങിയ ആള് ക്യാഷ് തന്നിട്ടില്ലെങ്കിൽ ആ ബാങ്ക് തരുവാൻ ഉത്തരവാദിയായിരിക്കും. മാത്രമല്ല, വാങ്ങുന്ന ആൾക്ക് ഉൽപ്പന്നം കയ്യിൽ കിട്ടിയാൽ മാത്രം ക്യാഷ് കൊടുക്കുകയും ചെയ്താൽ മതി. അപ്പോൾ 2 പേർക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഉണ്ടാക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു 2-3 ഡോക്യുമെന്റ്സുകളാണ്. അതുപോലെ തന്നെ പ്രൊഫോർമ ഇൻവോയ്സ് വരുന്നുണ്ട്. അതുപോലെ ഷിപ്പിംഗ് ബില്ല്, ബിൽ ഓഫ് എൻട്രി, പിന്നെ ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് തുടങ്ങിയ വേറെയും ഡോക്യുമെന്റ്സുകൾ ഇന്റർനാഷണൽ ട്രേഡിൽ, അന്താരാഷ്ട്ര വ്യാപാരത്തിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ക്ലാസ്സുകൾ പൂർണ്ണമായിട്ട് കേൾക്കുക. ഇതിൻ്റെ മുമ്പുള്ള ക്ലാസ്സുകൾ, അതായത് 1 മാർക്കിന് 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ക്ലാസ്സുകളൊക്കെ പൂർണ്ണമായിട്ട് കേൾക്കുക. എക്സാമിനൊക്കെ നന്നായിട്ട് എഴുതി നല്ല മാർക്ക് മേടിക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. അതുപോലെ സാറിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനലൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. ഓക്കെ, മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.